ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഷാ വ്ളോഗ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നുള്ളത് സെൻട്രൽ ലണ്ടനിലാണ്. സെൻട്രൽ ലണ്ടനിലെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ലണ്ടൻ ബ്രിഡ്ജ്, ബിഗ് ബെൻ, അതുപോലെ ലണ്ടൻ ഐ, ഇതൊക്കെയാണ്. നമ്മൾ ഇന്നുള്ളത് ലണ്ടൻ ബ്രിഡ്ജിലാണ്. ലണ്ടൻ ബ്രിഡ്ജ് അല്ല, ഇത് ആക്ച്വലി ടവർ ബ്രിഡ്ജാണ്. എല്ലാവരും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടാണ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ലണ്ടൻ ബ്രിഡ്ജ് ആക്ച്വലി കുറച്ച് അപ്പുറത്താണ്, സാധാരണ ഒരു ബ്രിഡ്ജാണ്. പക്ഷേ ടവർ ബ്രിഡ്ജിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ആ കാണുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ്. അതിൽ കൂടെ നമുക്ക് നടക്കാനൊക്കെ പറ്റും. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കും. നമ്മളെന്തായാലും കയറാൻ പോകുന്നുണ്ടെന്ന്. പിന്നെ അത് മാത്രമല്ല, ഈ ബ്രിഡ്ജ് വലിയ ഷിപ്സ് കാര്യങ്ങൾ വരുമ്പോൾ അതിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ആവും. അത് ഇന്നിപ്പോൾ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അത് ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു ബ്രിഡ്ജാണ് ഈ ടവർ ബ്രിഡ്ജ്. നമുക്കിന്ന് എക്സ്പ്ലോർ ചെയ്യാം ടവർ ബ്രിഡ്ജ് എങ്ങനെയുണ്ടെന്ന്. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ഈ സ്റ്റെപ്പ് കയറി നേരെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. സോ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. വലിയ ബ്രിഡ്ജാണ് കേട്ടോ. നമുക്ക് അകലെ നിന്ന് കാണുമ്പോൾ തോന്നും ഒരു ബ്രിഡ്ജ്, പക്ഷേ വലിയ ബ്രിഡ്ജാണ്. ടവറുകളൊക്കെ ഭയങ്കര വലുതാണ്. ഇതാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. സോ നമ്മൾ അങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ടിക്കറ്റ്സ് ഒക്കെ അവിടെയാണെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എക്സ്പ്ലോർ ഇൻസൈഡ് ടവർ ബ്രിഡ്ജ് എന്ന്. സോ നമ്മൾ അവിടെ പോയി നോക്കി നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷിപ്സ് ഒക്കെ വരുമ്പോൾ ഈ ബ്രിഡ്ജ് ഓപ്പൺ ആവും ഷിപ്സിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ഇത് വരുന്നത് ഇവിടെയാണ്, ആ ഒരു ഓപ്പണിങ്. ഇതാണ് അതിൻ്റെ ആ ഒരു ഓപ്പണിങ്. സോ നമ്മൾ ടിക്കറ്റ് എടുത്തു. നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. ഈ ടിക്കറ്റ് ഗ്ലാസ് ബ്രിഡ്ജിനും അതുപോലെ തന്നെ എൻജിൻ റൂമിനും വാലിഡ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ നന്നായിട്ട് കിതക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറിയത്. ഇപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എത്താൻ. ടോപ്പാണ് ടവറിൻ്റെ. അപ്പോൾ സ്റ്റെപ്പ് കയറിയപ്പോഴേക്കും കെത്തിച്ച് വയ്യാണ്ടായി, നല്ല തണവുമുണ്ട്. സോ നമുക്ക് ഇനിയും സ്റ്റെപ്പ് കയറാം. കമോൺ. ഇവിടെ കൊടുത്തേക്കണത് ഈ ബ്രിഡ്ജ് പണിയാൻ വേണ്ടി എത്ര സ്റ്റീല്, കോൺക്രീറ്റ് ഒക്കെ എത്ര യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണ്. ഇവിടെ വെയിറ്റ് ഓഫ് ഈച്ച് ടവർ 70,000 ടണ്ണ് ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ടവറിൻ്റെ. ടവർ ബ്രിഡ്ജ് ഓപ്പൺ ആയത് 30th June 1894. അങ്ങനെ നടന്ന് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് എത്തി. കമോൺ. Moving it as it drops it in, I reckon. Yes, we got that. That one works. Wow. Give that one to Reno. He's going to be really happy about that. ഇപ്പം നമ്മൾ കാണുന്നത് ഇതിന് മുമ്പ് ഇവിടെ പണിയാന്ന് വിചാരിച്ചിരുന്ന പല മോഡൽസാണ്. പക്ഷെ അതൊക്കെ റിജക്റ്റഡ് ആയി. അവസാനം ലാസ്റ്റ് അപ്രൂവ്ഡ് ആയ മോഡലാണ് നമ്മുടെ ഈ ടവർ ബ്രിഡ്ജിൻ്റെ മോഡൽ. ഈ മോഡൽ റിജക്റ്റഡ് ആയി.
നൈസ്ലേ. അപ്രൂവ്ഡ്. ഇതാണ് നമ്മുടെ ഇപ്പോൾ കാണുന്ന ടവർ ബ്രിഡ്ജ്. നമ്മളിപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പോവാണ്. കമ എൻ്റെ പൊന്നെ, അയ്യോ എൻ്റെ പൊന്നേക്ക, എൻ്റെ പൊന്നെ അടിപൊളി. തല കറങ്ങണ എനിക്ക്. ഈ ഗ്ലാസ് എങ്ങനെ പൊട്ടിയാലോ, നിലത്തേക്ക് വീടില്ലേ. താഴെ വെള്ളം, ബ്രിഡ്ജ്, ആൾക്കാർ പോണതൊക്കെ കാണാം. അയ്യോ ഈ ഗ്ലാസ് എങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇടിഞ്ഞു പൊളി നിലത്തേക്ക് വീഴും. അതല്ല ഞാൻ പറഞ്ഞത്, പൊട്ടില്ല, മേടിക്കണ്ട. കം കം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇത്ര ഹൈറ്റിലും കൂടിയാണല്ലോ. താഴെ നമുക്ക് ടവർ ബ്രിഡ്ജ്, റോഡൊക്കെ കാണാം. അപ്പുറത്തും ഇപ്പുറത്തും വാട്ടറാണ്. അതൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ ഇങ്ങനെ തല കറങ്ങണ പോലെയൊക്കെ തോന്നും. പെട്ടെന്ന് ഇത്ര ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴ്ത്തി നോക്കും. നമുക്കറിയാം ഗ്ലാസ് ഉണ്ടെന്ന്, പക്ഷെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഡയറക്റ്റ് കാണുന്നത് റോഡും വെള്ളമാണ്. അപ്പോൾ നമുക്കിങ്ങനെ വീഴാൻ പോണ പോലെയൊക്കെ തോന്നും പെട്ടെന്ന്. പക്ഷെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കുറച്ചൊരു 2-3 മിനിറ്റ് അവിടെ എന്തായാലും നമുക്ക് പേടിയും തോന്നില്ല. പിന്നെ നമുക്ക് അങ്ങോട്ടും നടക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി എഞ്ചിൻ റൂമും കൂടി കാണണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഫുൾ പ്രക്രിയ മനസ്സിലാവുള്ളൂ. നമുക്ക് പോവാം.
ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രിഡ്ജ് എങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ അല്ല, റിയൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതുവരെ മുമ്പ് എടുത്തു വെച്ചേക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് പഴയ കാലത്ത് എങ്ങനെ ലിഫ്റ്റ് ചെയ്തതിൻ്റെ ഒരു സീനാണ് കേട്ടോ. ഇത് ചെറിയ പസിലാണ്, കുഞ്ഞ പസില് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റണത്. ഇവിടെ നമ്മുടെ എൻജിൻ റൂമിൻ്റെ ഒപ്പം തന്നെ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ് റിലേറ്റഡ് പസില്, ബുക്സ്, ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം കിട്ടും. കോസ്റ്ററൊക്കെ ഉണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ടവർ ബ്രിഡ്ജിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബായ്.